എറണാകുളം കുണ്ടന്നൂരിൽ പട്ടാപ്പകൽ തോക്കു ചൂണ്ടിക്കൊള്ള സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് 80 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിബി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സിബി, എന്താണ് ഉണ്ടായത്? ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പട്ടാപ്പകൽ ഈ ഒരു ഇപ്പൊ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു സ്റ്റീൽ വിൽപ്പന ഷോപ്പ്, ഈ വിൽപ്പന ഷോപ്പിൽ നിന്നും 80 ലക്ഷം രൂപ ഇത്തരത്തിൽ തോക്ക് ചൂണ്ടി പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 5-6 പേര് അടങ്ങുന്ന ഒരു സംഘം പെട്ടെന്ന് തോക്കും വടിവാളുമായി എത്തുകയും ഈ ഒരു സ്ഥാപനത്തിലുണ്ടായിരുന്ന തുക തോക്ക് ചൂണ്ടിക്കൊണ്ട് 80 ലക്ഷം രൂപ തട്ടിയെടുത്തുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പോലീസ് നൽകുന്ന വിവരം. ഇതിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇത് കൊച്ചി കുണ്ടന്നൂരിലെ ആണ് ഈ ഒരു സംഭവം. കൊച്ചി കുണ്ടന്നൂരിൽ ആണ് ഈ ഒരു തോക്ക് ചൂണ്ടി പണം തട്ടിയ കേസ് ഉണ്ടായിരിക്കുന്നത്. പട്ടാപ്പകലാണ് ഇത്ര വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇത് ആൾ സഞ്ചാരമില്ലാത്ത ഒരു ഭാഗമല്ല. ഈ വൈറ്റില കുണ്ടന്നൂരിലെ ഏറ്റവും തിരക്കേറിയ ഒരു ഭാഗം കൂടിയാണ്. ഈ തിരക്കേറിയ ഭാഗത്താണ് പട്ടാപ്പകൽ ഇത്തരത്തിൽ തോക്ക് ചൂണ്ടിയുള്ള ഒരു മോഷണം ഉണ്ടായിരിക്കുന്നത്. മോഷണം എന്ന് പറയാൻ കഴിയില്ല. തോക്ക് ചൂണ്ടി കൃത്യമായി അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം കവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ 6 പേരടങ്ങുന്ന സംഘം, അതായത് വടിവാളും തോക്കുമായി എത്തുകയും പിന്നീട് ഇവിടെയുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും 80 ലക്ഷം രൂപയിലധികം തട്ടിയെടുത്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കൃത്യമായ തുക ഇപ്പോഴും പോലീസ് പറയുന്നില്ല. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 80 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ 6 പേരടങ്ങുന്ന സംഘമാണെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. നമുക്കിവിടെ കൃത്യമായി ഈ ദൃശ്യങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇവരെങ്ങോട്ടേക്കാണ് പോയത്? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് നൽകുന്നുണ്ടോ? പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം, ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ 6 പേരടങ്ങുന്ന സംഘം ഇവിടെ എത്തുകയും ഈ ഒരു സ്റ്റീൽ ഷോപ്പിൽ ഇവിടെ എത്തി ഇവിടെ നിന്നും 6 പേർ അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, വടിവാളുണ്ടായിരുന്നു, മറ്റു മാരകായുധങ്ങളുണ്ടായിരുന്നു. ഇവർ പെട്ടെന്ന് ആ മാരകായുധങ്ങളുമായി എത്തുകയും ഇവിടെ എത്തി ഇതിൻ്റെ അകത്തുള്ള ഓഫീസിൽ കയറി അവരിൽ നിന്നും ഈ പണം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തുകൊണ്ട് ഇവർ ഇവിടെ നിന്നും പെട്ടെന്ന് കടന്നു കളഞ്ഞു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും അതിൽ ഒരാളെ കസ്റ്റഡി എടുത്തു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. മറ്റ് ആളുകൾ ഈ ഒരു കൊച്ചി നഗരം വിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു വ്യാപകമായ അന്വേഷണം ഇപ്പോൾ തന്നെ പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികൾ ഈ കൊച്ചി നഗരം വിട്ടു പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. ഇതിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഇത് മരട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കൊച്ചി നഗരത്തിൽ പട്ടാപ്പകലിൽ അത് ഏറ്റവും തിരക്കേറിയ ഈ ഒരു കുണ്ടന്നൂർ ഭാഗത്ത് ഇത്തരത്തിലൊരു തോക്ക് ചൂണ്ടി ഇത്തരത്തിൽ പണം തട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 6 പേരടങ്ങുന്ന സംഘം ഇവിടെ എത്തി പണം തട്ടുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്കെല്ലാം കയറിയെങ്കിലും ഇപ്പോൾ ഈ ജീവനക്കാരെല്ലാം തന്നെയും അവർ പറയുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ജീവനക്കാർ പറയുന്നത്. അവരെല്ലാം തന്നെയും വളരെയധികം ഭയചകിതരായ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ 6 പേരടങ്ങുന്ന സംഘം എത്തുകയും അവർ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ആ ഒരു വലിയ ഞെട്ടലാണ് ഇവിടുത്തെ ജീവനക്കാരുള്ളത്. എന്തായാലും മരട് പോലീസ് ഉടൻ തന്നെ ഇവിടെ എത്തുകയും ഇപ്പോൾ ഇവിടെ ചില ഇവരുമായി സംസാരിച്ച ശേഷമാണ് ഒരു പ്രതിയെ പിടികൂടിയെന്നുള്ള പോലീസ് നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും മറ്റ് 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. പട്ടാപ്പകലിൽ കൊച്ചി നഗരത്തിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് 80 ലക്ഷത്തിന് രൂപ അധികം തട്ടിയെടുത്തുന്നുള്ള വാർത്ത. അത് അല്പസമയം മുമ്പ് 3 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ്. സിബി, ഇത്തരത്തിൽ ഈ 6 സംഘം അവിടെ എത്തുമ്പോൾ എത്ര ജീവനക്കാർ സ്ഥലത്തുണ്ടായിരുന്നു? അവർ എന്ത് കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 2-3 ജീവനക്കാർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. അവർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് ഇതിൻ്റെ അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പോലീസ് സംഘം അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസും കൃത്യമായി വിവരങ്ങൾ ഇപ്പോൾ കൈമാറുന്നില്ല. പ്രതികളെ ഉടൻ തന്നെ പിടിയിലാകും. പ്രതികളെ പിടികൂടിയ ശേഷം സംസാരിക്കാം, കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. പോലീസ് പറയുന്നത് പ്രകാരം 3 മണിക്ക് 6 പേരടങ്ങുന്ന സംഘം ഇവിടെ എത്തി. അതിനുശേഷം ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 80 ലക്ഷത്തിലധികം രൂപ കവർന്നുകൊണ്ട് ഇവർ കടന്നു കളഞ്ഞു. അതിൽ ഒരാൾ പിടിയിലായിട്ടുള്ള വിവരം മാത്രമാണ് പോലീസ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് നൽകുന്നില്ല. ഈ നഷ്ടപ്പെട്ട തുക എത്രയാണ് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ?
ഈ നഷ്ടപ്പെട്ട തുക സംബന്ധിച്ചൊന്നും വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ചേട്ടാ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് എനിക്ക് അവിടെ ഈ സംഭവം നടക്കുമ്പോൾ അറിയില്ല, എനിക്കറിയില്ല. അറിയില്ല അല്ലേ? ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴേ അറിയാം. ഇതിനെ കുറിച്ച് അറിയാതെ അറിയുണ്ടോ? നിങ്ങൾ ഇവിടുത്തെ പണിക്കാരാണ്. പക്ഷെ ഞങ്ങളിപ്പോ അറിഞ്ഞാറ് ഞങ്ങളിപ്പോ ഇടത്തന്നേ ഉള്ളൂ. ഈ സമയത്താണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ അറിയുന്നത്. അപ്പൊ അത് കാരണം വന്നതാ. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വിഷയം അറിയാൻ വേണ്ടിയിട്ട് വന്നേ ഉള്ളൂ. കറക്റ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ എന്തോ പൈസ മോഷിച്ചെന്നൊക്കെ പറയണ കേട്ടു. അങ്ങനെ അപ്പൊ എന്താണ് എന്ന് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ.